ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കോളർ നെക്ക് ഡിസൈനാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ സ്ക്വയർ നെക്ക്, റൗണ്ട് നെക്കൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന അത്രയും സമയത്തിനുള്ളിൽ ഇതും ചെയ്തെടുക്കാവുന്നുള്ളൂ. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 14 ഇഞ്ച് ഷോൾഡറിൽ ഒരു യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് ഞാനിവിടെ കോളറിനും എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുക്കാം. യോക്കിൻ്റെ അതേ അളവിൽ ഈ തുണിയും കട്ട് ചെയ്തെടുക്കണം. രണ്ട് തുണിയും സെൻറ്റർ പോർഷൻസ് മാർക്ക് ചെയ്ത് ഒരുമിച്ച് ഇതേപോലെ വയ്ക്കുക. ഇനി മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. 3.5 നെക്കിൻ്റെ വിഡ്ത്ത്, 6 ഇഞ്ച് നെക്കിൻ്റെ ഡെപ്ത്ത്, മുകളിൽ നിന്ന് 1 ഇഞ്ച് ഇറക്കത്തിൽ 1/2 ഇഞ്ച് ഉള്ളിലേക്കൊരു മാർക്കിംഗ് കൊടുക്കണം. ഇനി ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്തെടുക്കണം. ഇനി രണ്ട് തുണികളും ഒട്ടും മാറിപ്പോവാതെ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യോക്കിൻ്റെ നല്ല വശവും നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന തുണിയുടെ നല്ല വശവും കൂടെ ഇതേപോലെ ചേർത്ത് വയ്ക്കണം. ഈ യോക്കിൻ്റെ എല്ലാ സൈഡും കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നെക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്ത സൈഡിലൂടെ ഒരു 4 ഇഞ്ച് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലൈനിങ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ലൈനിങ് ഓൾറെഡി യോക്കിനോട് ജോയിൻ ചെയ്തിട്ടായിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടത്. ലൈനിങ്, അതിന് മുകളിൽ യോക്കിൻ്റെ മെറ്റീരിയൽ, അതിന് മുകളിൽ നമ്മൾ കോളറിന് വയ്ക്കുന്ന മെറ്റീരിയൽ, ആ രീതിയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോർണേഴ്സൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പം നല്ല നീറ്റായിട്ട് മറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നെക്ക് കിട്ടുന്നത്. ഇനി രണ്ട് സൈഡും രണ്ട് കോർണേഴ്സും പുറത്തേക്ക് ഇതേപോലെ മടക്കി വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കോളറിൻ്റെ സ്റ്റിച്ചിങ്. ഇനി ഈ കോളറിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ എംബ്രോയ്ഡറി ഡിസൈൻസും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ടോപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ ഒരു കോളറിൻ്റെ ലുക്ക് കിട്ടത്തില്ല. ഞാനിപ്പോൾ കോളറിൻ്റെ ഭാഗം യോക്കിനോട് ചേർത്ത് വെച്ച് രണ്ട് ചെറിയ ഫ്ലവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോളർ നമുക്ക് പൊങ്ങി പോരാതെയും ഇരിക്കും, നെക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും. ബീഡ്സ്, സീക്വൻസ് ഒക്കെ യൂസ് ചെയ്ത് കുറച്ചും കൂടെ വലിയ ഡിസൈൻസ് ചെയ്യുകയാണെങ്കിൽ നെക്ക് കൂടുതൽ ഭംഗിയാവും.